ഹലോ ഗായ്സ്. ഇന്ന് നമ്മൾ എന്താ കഴിക്കാൻ ഉണ്ടാക്കുന്നത്? കോളിഫ്ലവർ കറി. പിന്നെ കോളിഫ്ലവറിന് കറിക്ക് എന്താണ്? ചപ്പാത്തി. അപ്പോൾ നമുക്ക് കോളിഫ്ലവർ കറി ഉണ്ടാക്കാം. അടുക്കളയിലോട്ട് പോവാം. ഒരാഴ്ചയായിട്ടൊരു കോളിഫ്ലവർ ഫ്രിഡ്ജിലിരിക്കുകയാണ്. ഇതുവരെ അത് കറി വെച്ചില്ല. ചൂടാക്കിയ വെള്ളത്തിൽ ഉപ്പും മഞ്ഞപ്പൊടിയും കൂട്ടിയിട്ട് അതിനകത്തിട്ട് കുറേ നേരം വെച്ചിട്ട് ഞാനൊരു ടിന്നിനകത്താക്കി സൂക്ഷിച്ചു വെച്ചു. ഒരു കുഴപ്പമില്ലാതെ ഇരുന്നു. സാധാരണ നമ്മൾ കോളിഫ്ലവർ കറി വെക്കുമ്പോൾ വറുത്തിട്ടാണ് കറിക്കകത്തിടാറുള്ളത്. കൂടുതലും ഇച്ചിരി പണിയുള്ള ഒരു പരിപാടിയാണ് കോളിഫ്ലവർ കറി. അതുമല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ ഫ്രൈ ചെയ്ത് തിന്നും. ഇതിപ്പോൾ എണ്ണ പരിപാടിയൊക്കെ മാറ്റി വെക്കാം. ആദ്യമായിട്ടൊന്ന് ചപ്പാത്തി കുഴച്ച് വെക്കാം. അതാകുമ്പോൾ അവിടെ ഇരുന്ന് മയപ്പെടട്ടെ. ചപ്പാത്തി കഴുകാനായിട്ട് നല്ല മയത്തിന് വേണ്ടി ഞാൻ കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കുന്നത്. പുളിച്ചു പോകാത്ത രാവിലെ അരി അടപ്പത്തിട്ടെടുത്ത നല്ല ഒന്നാം തരം കഞ്ഞിവെള്ളം. കറി ഉണ്ടാക്കുന്നത് വരെ ഇതിനെ ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം. ഇനി കുറച്ച് തേങ്ങ തിരുമ്മിയെടുക്കാം. വീഡിയോ എടുക്കണമെന്ന് തോന്നിയതുകൊണ്ട് ഒറ്റക്കൈ കൊണ്ട് തേങ്ങ തിരുമ്മിയിട്ട് ഇടത്തെ കൈ വെച്ച് വീഡിയോ അങ്ങ് എടുത്തു. ഇനി നമുക്ക് ആവശ്യമുള്ളത് തക്കാളിയാണ്. ഒരു തക്കാളി വേണം. തക്കാളിയെ 3-4 മുറിച്ചിട്ട് അതിനെ തേങ്ങയിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. നമ്മുടെ ഇറച്ചി മസാല പൊടിച്ചു വെച്ചിരിക്കുന്നതാണ് ചേർത്തത്. ഒരു സവാള അരിഞ്ഞെടുക്കണം. ഇനി അരച്ച് വെച്ച പേസ്റ്റിലേക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി കുക്കർ തന്നെ ഇരിക്കട്ടെ. കുക്കറാകുമ്പോൾ ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ എളുപ്പമാണ്. നമ്മൾ എണ്ണയിലിടുന്നത് ജീരകമാണ്. ജീരകം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി. ഒരുപാടങ്ങ് വഴങ്ങാനൊന്നും നിൽക്കണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ പോയി കുറച്ച് മല്ലിയില പറിച്ചുകൊണ്ട് വരട്ടെ. ഞാൻ മല്ലിയില പറിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ വെട്ടമൊക്കെ മല്ലിയില പറിക്കല്ലാതെ നിവൃത്തിയില്ലല്ലോ. മുറ്റത്ത് നട്ടു വെച്ചിട്ടുണ്ട്. ഒരു 2 മല്ലിയില. സാധാരണ നമ്മുടെ മല്ലിയിലയുടെ ടേസ്റ്റ് തന്നെയാണ്. ഇതാണ് രാത്രിയിൽ ഇങ്ങനെ സസ്യങ്ങളൊന്നും പിച്ചാൻ പാടില്ലെന്നാണ്. എന്നാലും ഞാൻ ആവശ്യമുള്ളതുകൊണ്ട് പിച്ചെടുത്തയാ. ഒരു തൈ നട്ടാൽ മതി, കാട് പോലെ വളർന്നു വരും. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നല്ല പച്ച അരച്ച മീൻകറിയുടെ ചാറ് പോലെ ഇരിക്കുന്നു. ഇത് നല്ലപോലെ ഒന്ന് ചൂടാവണം. ചൂടാവെന്ന് പറഞ്ഞാൽ നന്നായിട്ടൊന്ന് ചൂടായി തിളച്ച് വരണം. പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. മല്ലിയില അതിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കണം. കോളിഫ്ലവറിന് ഇച്ചിരി വേവുണ്ട്. കുറച്ച് സമയമൊക്കെ ഇരുന്നെങ്കിലേ വേവത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ കുക്കറിനകത്ത് ഒരു വിസിലടിക്കാമെന്ന് വിചാരിച്ചു. കശുവണ്ടിയും തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് ഞാനിത് വേറൊരു രീതിയിലും കറി വെക്കാറുണ്ടായിരുന്നു. പക്ഷേ കശുവണ്ടി ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ വെക്കുകയാണ്. ഇത് നല്ലൊരു റെസിപ്പിയാണ്. ഞാൻ ഇതിന് മുമ്പ് വെച്ചിട്ടുണ്ട്. കൂടുതലും നമ്മൾ ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് കഴിക്കാറാണ് പതിവ്. നമ്മുടെ ഉത്സവപ്പറമ്പിലും സ്ട്രീറ്റുകളിലും ഒക്കെ കിട്ടുന്ന പോലെ. ചപ്പാത്തിക്കുള്ള മാവൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അതിനെ ഒന്ന് ചുട്ടെടുക്കാം. ചപ്പാത്തി നമ്മൾ ചുടുമ്പോൾ എപ്പോഴും അതിനെ കാസറോളിനകത്ത് വെച്ചിട്ട് ഒരു ചപ്പാത്തി മടക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മടക്കി ചപ്പാത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് അടിയിൽ നിന്ന് പൊക്കി തിരിച്ചിടുക. എന്നിട്ട് വേണം എടുക്കാൻ. നല്ല സോഫ്റ്റായിട്ട് തന്നെ ചപ്പാത്തി ഇരിക്കും. അതല്ലാതെ നിങ്ങൾ മുകളിൽ വെച്ചിട്ട് ആദ്യം അവസാനം ഉണ്ടാക്കുന്ന ചപ്പാത്തി മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മയം ഉണ്ടാകത്തില്ല. ഇത് കാസറോളിനകത്തിരുന്ന് മുകളിൽ ഇരിക്കും തോറും ഒരു ചെറിയ ആവിയൊക്കെ പിടിച്ച് നല്ല സെറ്റായി സോഫ്റ്റായിട്ടിരിക്കും. കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഇനി നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക. ചപ്പാത്തി എടുക്കുന്ന സമയത്ത് ഏറ്റവും അടിക്കുമെന്ന് തന്നെ തിരിച്ചിട്ടിട്ട് ഏറ്റവും അടിക്കത്തെ ആദ്യം എടുക്കുക. അതുപോലെ ചപ്പാത്തി പരത്തുമ്പോൾ എപ്പോഴും ന്യൂസ് പേപ്പറിൽ പരത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല റൗണ്ടായിട്ട് കിട്ടും. നമ്മൾ പലകെ പരത്തുന്നതിനെക്കാട്ടിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പേപ്പറിൽ പരത്തിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ചപ്പാത്തിയും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കഴിക്കാൻ പോവാണ്. അപ്പോൾ ഈ കറി എല്ലാവരും ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.